നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. First we will begin with magnetic flux. We have already studied electric flux. Electric flux is the number of electric lines of force passing through a surface. And നമ്മൾ എന്താ ഇതിന്റെ ഫോർമുല എഴുതിയത് phi equals E ds cos theta. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്, ds എന്ന് പറഞ്ഞാൽ ഏരിയ, തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്റ്റർ. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ എ സർഫസ്. ഡയഗ്രാം നോക്കുക. യു ക്യാൻ സീ എ സർഫസ് ഏരിയ kept in a magnetic field B. B എന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്കാണ്. ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരച്ച വെക്ടറാണ് ഏരിയ വെക്ടർ, വെക്ടർ എ. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ. കണ്ടില്ലേ? മാഗ്നറ്റിക് ഫീൽഡും സർഫസും തമ്മിലുള്ള ആംഗിൾ അല്ല, മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ്. Area vector is the vector drawn perpendicular to the surface outwards. അങ്ങനെയാണെങ്കിൽ magnetic flux is given by phi b equals ba cos theta. B എന്ന് പറഞ്ഞാൽ magnetic field, A area of the surface, theta is the angle between vector b and vector A. Theta is the angle between magnetic field and area vector. അപ്പോൾ ഇതിനെ നമുക്ക് phi b equals b dot a എന്ന് എഴുതാം. നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡിസ്കഷൻ ആണ്. സപ്പോസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ഫസ്റ്റ് ഡയഗ്രാം നോക്കുക. നമ്മുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ വരയ്ക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്കാണ് ഏരിയ വെക്ടർ വരയ്ക്കുക. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്കാണ് ഏരിയ വെക്ടർ വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ വെക്ടർ ബിയും വെക്ടർ എയും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. സോ യു ക്യാൻ റൈറ്റ് തീറ്റ ഈക്വൽ 0, phi b ഈക്വൽസ് ബി എ കോസ് തീറ്റ എന്നാണ്, കോസ് 0 1 ആണ്. സോ phi b ഈക്വൽസ് ബി എ. ദെൻ യു ക്യാൻ സേ ദാറ്റ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് മാക്സിമം. If B is along the surface, ഇവിടെ നോക്കുക, ഇവിടെ സർഫസ് ഇതാണ്, സർഫസിലൂടെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തേക്കാണ് വരയ്ക്കുക. ഏരിയ വെക്ടർ ഡ്രോൺ ഔട്ട്വേർഡ്സ്. അപ്പോൾ ഏരിയ വെക്ടർ മുകളിലേക്കായിരിക്കും. വെക്ടർ എയും വെക്ടർ ബിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ യു ക്യാൻ റൈറ്റ് തീറ്റ ഈക്വൽസ് 90 ഡിഗ്രി, phi b മാഗ്നറ്റിക് ഫ്ലക്സ് ഈക്വൽസ് 0. ഇനി മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ്. നമ്മൾ ഫോർമുല നോക്കിയാൽ മതി. phi is equal to ba cos theta എന്നാണ്. cos thetaക്ക് യൂണിറ്റ് ഒന്നുമില്ല. മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഏരിയന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. സോ യു വിൽ ഗെറ്റ് യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആസ് വെബർ. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേറൊരു യൂണിറ്റ് ടെസ്ലയാണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. സോ അനദർ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ടെസ്ല മീറ്റർ സ്ക്വയർ. മാഗ്നറ്റിക് ഫ്ലക്സിന് 2 യൂണിറ്റ് ആണുള്ളത്, വെബർ അല്ലെങ്കിൽ ടെസ്ല മീറ്റർ സ്ക്വയർ. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ CGS യൂണിറ്റ് മാക്സ്വെൽ ആണ്. മാക്സ്വെലിനെ എങ്ങനെയാണ് നമ്മൾ SI യൂണിറ്റിലേക്ക് മാറ്റുക? 1 മാക്സ്വെൽ ഈക്വൽസ് 10⁻⁸ വെബർ. Next is the dimensional formula for magnetic flux. അപ്പോൾ phi b എന്ന് പറഞ്ഞാൽ ba cos theta എന്നാണ്. cos thetaക്ക് ഡയമെൻഷൻ ഒന്നുമില്ല. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ അറിയില്ലെങ്കിൽ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുക. F is equal to QVB. അപ്പോൾ B is equal to F by QV എന്ന് വരും. എഫിന്റെ ഡയമെൻഷണൽ ഫോർമുല mLT⁻², ചാർജിന്റെ ഡയമെൻഷണൽ ഫോർമുല IT, വെലോസിറ്റിന്റെ ഡയമെൻഷണൽ ഫോർമുല LT⁻⁻1, ഏരിയൻ്റെത് L². യു വിൽ ഗെറ്റ് mL² T⁻², I⁻⁻1. അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ബിന്റെ യൂണിറ്റ് ആണ്. നമ്മൾ ഫ്ലക്സിന്റെ യൂണിറ്റ് പറഞ്ഞു അല്ലേ? ബിന്റെ യൂണിറ്റ് നിങ്ങൾ മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്. 2 യൂണിറ്റ് ആണ്, 2 SI യൂണിറ്റ് ആണുള്ളത്.
ഒന്ന് ടെസ്ലയും മറ്റേത് വെബർ പെർ മീറ്റർ സ്ക്വയറും. അപ്പോൾ ഫ്ലക്സിൻ്റെയും ഫീൽഡിൻ്റെയും യൂണിറ്റുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ടെസ്ല, വേറൊരു യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ. മാഗ്നറ്റിക് ഫീൽഡിന് ഒരു CGS യൂണിറ്റും കൂടി ഉണ്ട്, അത് ഗോസ് ആണ്. 1 ഗോസ് ഈക്വൽസ് 10⁻⁻⁴ ടെസ്ല. രണ്ട് വെക്ടേഴ്സിൻ്റെ സ്കേലാർ ഡോട്ട് പ്രോഡക്റ്റ്, സ്കേലാർ പ്രോഡക്റ്റ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഫൈ ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ എന്നാണ് അല്ലേ. അപ്പോൾ രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് സ്കേലാർ ആണ്, അതുകൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. We are going to discuss Faraday's coil magnet experiment. The figure shows a coil whose two ends are connected to a galvanometer. A magnet is kept near the coil. The galvanometer shows zero deflection when the magnet is stationary. Galvanometer നോക്കിയാൽ കാണാം deflection 0 ആണ്. The north pole of the magnet is moved towards the coil and the galvanometer deflects towards right. എന്താ അതിൻ്റെ അർത്ഥം? ആ കോയിലിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്തു. When the magnet is moved away from the coil, again the galvanometer shows a deflection but in the opposite direction, that is towards left. എന്താ അതിൻ്റെ അർത്ഥം? കോയിലിൽ നിന്നും അകന്നു പോകുമ്പം വീണ്ടും ആ കോയിലിൽ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. Now the polarity is reversed. The south pole of the magnet is moved towards the coil and withdrawn. The deflections in the galvanometer will be opposite to that in the first case. നമ്മൾ നോർത്ത് പോള് മാഗ്നറ്റിക് കോയിലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്ത് വിഡ്രോ ചെയ്യുമ്പോൾ കിട്ടിയ ഡിഫ്ലക്ഷൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സൗത്ത് പോൾ കോയിലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിഡ്രോ ചെയ്യുമ്പോഴുള്ള ഡിഫ്ലക്ഷൻസ്. Now you keep the magnet stationary. You can see that there is no deflection in the galvanometer. മാഗ്നറ്റ് നമ്മളവിടെ സ്റ്റേഷനറി ആക്കി വെച്ചാൽ ആ കോയിലിൽ കറണ്ടൊന്നും പ്രൊഡ്യൂസ് ആവുന്നില്ല. You can see that the deflections in the galvanometer increases if you increase the strength of the magnet, or if you increase the speed of motion of the magnet, or if you increase the number of turns of the coil. നമ്മൾ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക, അല്ലെങ്കിൽ മാഗ്നറ്റ് മൂവ് വയ്ക്കുന്നതിൻ്റെ സ്പീഡ് കൂട്ടുക, അല്ലെങ്കിൽ കോയിലിലെ ടേൺസിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ കൂടുതൽ കറണ്ട് ആ കോയിലിൽ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Now move the coil keeping the magnet stationary. മാഗ്നറ്റ് സ്റ്റേഷനറാക്കി വെക്കുക, എന്നിട്ട് കോയിലിനെ മൂവ് ചെയ്യിക്കുക. The same effects can be observed. അപ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള കൺക്ലൂഷൻ എന്താണ്? നമ്മളൊരു മാഗ്നറ്റ് കോയിലിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ കോയിലിൽ നിന്ന് അകലേക്കോ മൂവ് ചെയ്യിക്കുമ്പം ആ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറും. മാഗ്നറ്റിക് ഫീൽഡ് മാറുമ്പം അത് കാരണമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് മാറും. ഫ്ലക്സ് മാറുമ്പം ആ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. This induced EMF will produce an induced current. So whenever there is a change of magnetic flux in a coil, an EMF will be induced in it. മാഗ്നറ്റ് സ്റ്റേഷനറി ആക്കി വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? മാഗ്നറ്റ് സ്റ്റേഷനറി ആക്കി വെക്കുമ്പം ആ കോയിലിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, മാഗ്നറ്റിക് ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഇല്ല. മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ആ കോയിലിൽ EMF ഇൻഡ്യൂസ്ഡ് ആവില്ല, അതുകൊണ്ട് അതിൽ ഇൻഡ്യൂസ്ഡ് കറൻറ്റും ഉണ്ടാവില്ല. നമ്മൾ ഫാരഡേയുടെ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ് ഇപ്പോൾ കണ്ടു. വി ആർ ഗോയിങ് ടു സമ്മറൈസ് ഇറ്റ്. ഫാരഡേയുടെ ഒബ്സർവേഷൻസ് താഴെ പറയുന്നതായിരുന്നു. When the north pole of the magnet is introduced, the galvanometer will show a deflection in one direction. When the magnet is withdrawn, the deflection will be in the opposite direction. നമ്മൾ ഈ മാഗ്നറ്റിനെ പിന്നിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ഡയറക്ഷനിൽ നിന്നും ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുക. When the south pole of the magnet is introduced and withdrawn, the reflections will be opposite to that in the first case.
നോർത്ത് പോള് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിഡ്രോ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും സൗത്ത് പോള് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിഡ്രോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ. When the magnet is moved faster, or if the strength of the magnet is increased, or if the number of turns of the coil is increased, the deflection will be greater. When the magnet is kept stationary near the coil, no deflections are observed. നമ്മൾ ഈ മാഗ്നറ്റ് സ്റ്റേഷനറി ആക്കി വെക്കുകയാണെങ്കിൽ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഒന്നുമില്ല. When the coil is moved relative to the magnet, the above effects can be observed. നമ്മൾ മാഗ്നറ്റ് സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് കോയിൽ മൂവ് ചെയ്യുകയാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇതായിരുന്നു ഫാരഡേയുടെ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ്. നമ്മൾ മാഗ്നറ്റ് കോയിലിലേക്ക് മൂവ് ചെയ്യിക്കുമ്പം ആ കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സും ഇൻക്രീസ് ചെയ്യും. ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുമ്പം ആ കോയിലിൽ ഒരു കറണ്ട് EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMF കാരണം ആ കോയിലിൽ ഒരു കറണ്ട് ഉണ്ടാവും. അപ്പോഴാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ മാഗ്നറ്റ് സ്റ്റേഷനറി ആക്കി വെക്കുകയാണെങ്കിൽ ആ കോയിലിൽ അപ്പോഴും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സും ഉണ്ട്. പക്ഷെ ആ മാഗ്നറ്റിക് ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്, ചേഞ്ച് ഇല്ല. മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ടും ഇൻഡ്യൂസ്ഡ് EMFും ഉണ്ടാവുന്നില്ല. അപ്പം അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? വെനെവർ ദർ ഈസ് എ ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ കോയിൽ an EMF or current is induced in it. പിന്നെ നമ്മൾ മാഗ്നറ്റ് സ്പീഡിൽ മൂവ് ചെയ്യിക്കുമ്പോൾ അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടുമ്പോൾ അല്ലെങ്കിൽ കോയിലിൻ്റെ ടേൺസിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ ഡിഫ്ലക്ഷൻ കൂടുതലാണ്. അതായത് അവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് കൂടുതലായിട്ട് പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട്. അപ്പം എന്താ അവിടെ കാരണം? നമ്മൾ മാഗ്നറ്റ് സ്പീഡിൽ മൂവ് ചെയ്യിക്കുമ്പോൾ അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ടേൺസിൻ്റെ എണ്ണമൊക്കെ കൂട്ടുമ്പോൾ അവിടെ ഫ്ലക്സിലുള്ള ചേഞ്ച് കൂടുതലാണ്. ഫ്ലക്സിലുള്ള ചേഞ്ച് നമ്മൾ d∅ എന്നാണ് പറയുക. വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുമ്പോൾ d∅/dt എന്നാണ് പറയുക. അപ്പോൾ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഈസ് ഗ്രേറ്റർ, സോ ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഓർ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഗ്രേറ്റർ. അപ്പോൾ ഈ 6 ഒബ്സർവേഷനിൽ നിന്നും നമ്മൾ എത്തിയ കൺക്ലൂഷൻ ആ പറഞ്ഞ രണ്ടെണ്ണമാണ്. whenever there is a change of magnetic flux, an EMF or current is induced in the coil. The induced EMF is greater when the rate of change of flux is greater. A cell and a key connected to the two ends of the coil forms the primary. A bulb or a galvanometer connected to a coil forms the secondary. When the key of the primary is closed, there will be a glow in the bulb connected to the secondary. പ്രൈമറിയിൽ കീ ക്ലോസ് ചെയ്യുമ്പം സെക്കൻഡറിയിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കറണ്ട് കാരണം സെക്കൻഡറിയിലുള്ള ബൾബ് ഗ്ലോ ചെയ്യുന്നു. അതുപോലെ when the key in the primary is opened, again there will be a glow in the bulb connected to the secondary. പ്രൈമറിയിലെ കീ ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും സെക്കൻഡറിയിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കാരണം സെക്കൻഡറിയിലുള്ള ബൾബ് ഗ്ലോ ചെയ്യുന്നു. നമ്മൾ സെക്കൻഡറിയിൽ കണക്ട് ചെയ്തത് ഗാൽവനോമീറ്റർ ആണെങ്കിൽ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കീ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ബൾബ് ഗ്ലോ ചെയ്യുന്നു, അതുപോലെ കീ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ബൾബ് ഗ്ലോ ചെയ്യുന്നു. ഇനി ഇത് എന്തുകൊണ്ടാണെന്ന് നോക്കുക. പ്രൈമറിയിലെ കീ ക്ലോസ് ചെയ്യുമ്പം പ്രൈമറിയിലുള്ള കറണ്ട് 0-ൽ നിന്ന് മാക്സിമം ആവും. അപ്പോൾ ആ സെല്ലിലെ കറണ്ട് 1 ആംപിയർ ആണ് എങ്കിൽ കീ ക്ലോസ് ചെയ്യുമ്പം പ്രൈമറിയിലുള്ള കറണ്ട് 0-ൽ നിന്നും 1 ആംപിയർ ആവും. അതായത് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. അപ്പോൾ പ്രൈമറി കോയിലിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പം ആ കോയിലിലുള്ള മാഗ്നറ്റിക് ഫീൽഡും 0-ൽ നിന്ന് മാക്സിമത്തിലേക്ക് ഇൻക്രീസ് ചെയ്യും. അവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സും 0-ൽ നിന്ന് മാക്സിമത്തിലേക്ക് ഇൻക്രീസ് ചെയ്യും. സെക്കൻഡറി നിൽക്കുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ്. പ്രൈമറി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് സെക്കൻഡറി നിൽക്കുന്നത്. അപ്പോൾ പ്രൈമറിയിലെ മാഗ്നറ്റിക് ഫ്ലക്സും ഇൻക്രീസ് ചെയ്യുമ്പം സെക്കൻഡറിയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സും ഇൻക്രീസ് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പം സെക്കൻഡറിയിൽ എന്തുണ്ടാവും? ഒരു ഇൻഡ്യൂസ്ഡ് EMFും ആ ഇൻഡ്യൂസ്ഡ് EMF കാരണം ഒരു ഇൻഡ്യൂസ്ഡ് കറൻറ്റും ഉണ്ടാവും. ആ ബൾബ് ഗ്ലോ ചെയ്യും.
കറണ്ട് മാക്സിമം ആയി കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഇൻക്രീസ് ഇല്ല, പിന്നെ കറണ്ട് സ്റ്റഡി ആയിട്ട് 1 ആംപിയറാണ്. കറണ്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പ്രൈമറിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫ്ലക്സും കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ സെക്കൻഡറിയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സും കോൺസ്റ്റൻ്റ് ആണ്. ഫ്ലക്സിൽ ചേഞ്ച് ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ സെക്കൻഡറിയിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് സെക്കൻഡറിയിലുള്ള ബൾബിൻ്റെ ഗ്ലോ ഇല്ലാണ്ടാവും. ഇനി നമ്മൾ പ്രൈമറിയിലെ കീ ഓപ്പൺ ചെയ്യാണ്. പ്രൈമറിയിലെ കീ ഓപ്പൺ ചെയ്യുമ്പം അതിലൂടെയുള്ള കറണ്ട് മാക്സിമത്തിൽ നിന്ന് 0 ആവും. അതായത് 1 ആംപിയറിൽ നിന്നും 0യിലേക്ക് ഡിക്രീസ് ചെയ്യും. കറണ്ട് ഡിക്രീസ് ചെയ്യുമ്പം അതിലുള്ള മാഗ്നറ്റിക് ഫീൽഡും ഡിക്രീസ് ചെയ്യും, മാഗ്നറ്റിക് ഫ്ലക്സും ഡിക്രീസ് ചെയ്യും. അപ്പോൾ സെക്കൻഡറി നിൽക്കുന്നത് ആ മാഗ്നറ്റിക് ഫീൽഡിലാണ്. അതുകൊണ്ട് സെക്കൻഡറിയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സും ഡിക്രീസ് ചെയ്യും. സെക്കൻഡറിയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ സെക്കൻഡറിയിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF കാരണം ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ടും ഉണ്ടാവും. സെക്കൻഡറിയിലുള്ള ബൾബ് ഗ്ലോ ചെയ്യും. കറണ്ട് 0 ആയി കഴിഞ്ഞാൽ, പ്രൈമറിയിലുള്ള കറണ്ട് 0 ആയി കഴിഞ്ഞാൽ പിന്നെ പ്രൈമറിയിൽ കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്, സീറോ കറണ്ടാണ്. കറണ്ടിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഇല്ല. മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവില്ല, സെക്കൻഡറിയിലെ ബൾബിൻ്റെ ഗ്ലോ ഇല്ലാണ്ടാവും. അടുത്തത് ഫാരഡേയുടെ കോയിൽ എക്സ്പെരിമെൻ്റ് ആണ്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യാൻ പോവാണ്. This is the primary coil which consists of a cell and a key, and this is the secondary coil to which a galvanometer is connected. When the key in the primary is closed, the galvanometer in the secondary shows a deflection. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പ്രൈമറിയിലെ കീ ക്ലോസ് ചെയ്യുമ്പം പ്രൈമറിയിലുള്ള കറണ്ട് 0യിൽ നിന്ന് മാക്സിമം ആവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബാറ്ററിയുടെ കറണ്ട് 1 ആംപിയർ ആണ് എങ്കിൽ നമ്മൾ ആ കീ ക്ലോസ് ചെയ്യുമ്പം കറണ്ട് 0യിൽ നിന്ന് 1 ആംപിയർ ആയി ഇൻക്രീസ് ചെയ്യും. എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. കറണ്ട് 0യിൽ നിന്ന് മാക്സിമം ആകുമ്പം ഈ പ്രൈമറിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡും 0യിൽ നിന്ന് മാക്സിമം ആവും. അത് കാരണമുള്ള മാഗ്നറ്റിക് ഫ്ലക്സും 0യിൽ നിന്ന് മാക്സിമം ആവും. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിലാണ്, ഈ പ്രൈമറി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് സെക്കൻഡറിയും നിൽക്കുന്നത്. അപ്പോൾ പ്രൈമറിയിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പം സെക്കൻഡറിയിലും മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പം സെക്കൻഡറിയിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവും. Once the current in the primary coil is steady, the galvanometer shows 0 deflection. കറണ്ട് 1 ആംപിയർ ആയി കഴിഞ്ഞാൽ, പ്രൈമറിയിൽ കറണ്ട് മാക്സിമം ആയി കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 1 ആംപിയർ ആണ്. 1 ആംപിയർ ആയി കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഇൻക്രീസ് ചെയ്യൂല. അപ്പോൾ ഇവിടെ മാക്സിമം കറണ്ട് ആണ്. അപ്പോൾ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫ്ലക്സും മാക്സിമം ആണ്. പക്ഷേ ഫ്ലക്സിൽ ചേഞ്ച് ഇല്ല. ഫ്ലക്സിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് സെക്കൻഡറിയിലെയും ഫ്ലക്സിൽ ചേഞ്ച് ഇല്ല. സോ there will be no induced current in the secondary. So the galvanometer will show 0 deflection. When the key is opened, the deflection is in the reverse direction. നമ്മൾ കോയിലിലെ പ്രൈമറിയിലെ കീ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് മാക്സിമത്തിൽ നിന്നും 0 ആവും. കറണ്ട് ഡിക്രീസ് ചെയ്യുമ്പം മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫ്ലക്സും ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ സെക്കൻഡറിയിലും മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യും. വീണ്ടും സെക്കൻഡറിയിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ഗാൽവനോമീറ്റർ will show a deflection in the opposite direction. Based on the above two experiments, Faraday formulated his laws on electromagnetic induction. Faraday's first law: whenever the magnetic flux linked within a coil changes, an EMF is induced in it. The induced EMF will last till the change in flux lasts. ഫാരഡയുടെ രണ്ടാമത്തെ ലോ പറയുന്നത് the magnitude of induced EMF is directly proportional to the rate of change of flux. E proportional to d phi b by dt. d phi b എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ്. dt എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഇത് നമ്മൾ പറയാം d phi b by dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF വാസ് ഗിവൺ ബൈ ഫാരഡേ. ഇത് രണ്ടുമാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് induction. The direction of induced EMF is given by Lenz's law. Induced EMF ന്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു തരുന്നത് ഫാരഡേസ് ലോയും ഇൻഡ്യൂസ്ഡ് EMF ന്റെ ഡയറക്ഷൻ പറഞ്ഞു തരുന്നത് ലെൻസസ് ലോയുമാണ്. Lenz's law states that the direction of induced EMF is such that it opposes the change in magnetic flux. So you can write E equals minus d phi b by
dt. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ കോയിലിലേക്ക് മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് മൂവ് ചെയ്യിക്കുകയാണ്. The north pole of the magnet is moved towards the coil. So the magnetic flux in the coil will increase. മാഗ്നറ്റ് അടുത്തേക്ക് വരുന്ന അനുസരിച്ച് ഇതിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുമ്പം നമുക്കറിയാം ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിലൊരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. According to Lenz's law, the induced current will try to oppose the increase of flux. ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം മാഗ്നറ്റ് അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് കറണ്ട് കോയിലിൻ്റെ ഈ അറ്റത്തിന് ഒരു നോർത്ത് പോൾ ആക്കും. ഈ നോർത്ത് പോൾ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനെ റിപ്പൽ ചെയ്യും. പിന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ട് വേണം അതിനെ കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ. So you can say that the Lenz's law gives the direction of induced EMF. The direction of induced EMF is such that it opposes the change in magnetic flux. ഇനി നിങ്ങൾ ഇതിൻ്റെ ഒരു വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്ക് ലെൻസസ് ലോ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ലെൻസസ് ലോ പറയുന്നത് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ ചേഞ്ച് ഓഫ് ഫ്ലക്സ്. യു കൺസിഡർ ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് മൂവിങ് ടുവേർഡ്സ് എ കോയിൽ. അപ്പോൾ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫ്ലക്സും ഇൻക്രീസ് ചെയ്യുക. മാഗ്നറ്റ് അടുത്തേക്ക് വരുമ്പം അപ്പം അതിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്താ ചെയ്യുക? ഫ്ലക്സിനെ ഇൻക്രീസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്താ? മാഗ്നറ്റ് അടുത്തേക്ക് വരുന്നതാണ്. സോ ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്ഡ് ഇൻ ദ കോയിൽ വിൽ ബി സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ മോഷൻ ഓഫ് ദ മാഗ്നറ്റ്. അങ്ങനെയാണെങ്കിൽ കോയിലിൻ്റെ അറ്റം, മാഗ്നറ്റിനെ ഫേസ് ചെയ്യുന്ന കോയിലിൻ്റെ അറ്റം ഒരു നോർത്ത് പോള് ആവണം. സോ യു ക്യാൻ സീ ഇൻ ദ ഫിഗർ the induced current flows in anti-clockwise direction so that the end of the coil facing the magnet is a north pole and repels the magnet. Now the magnet is pulled away from the coil. Magnet കോയിലിൽ നിന്നും അകന്നു പോവാണ്. The magnetic field and the magnetic flux linked in the coil will decrease. അപ്പോൾ അതിൽ വീണ്ടും ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്താ ചെയ്യുക? ലെൻസിൻ്റെ ലോ അനുസരിച്ചിട്ട് ഫ്ലക്സിനെ കുറയാൻ സമ്മതിക്കില്ല. ഫ്ലക്സ് കുറയാനുള്ള കാരണം എന്താണ്? മാഗ്നറ്റ് അകലേക്ക് പോകുന്നത് കൊണ്ടാണ്. സോ ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ മേക്ക് ദ എൻഡ് ഓഫ് ദ കോയിൽ എ സൗത്ത് പോൾ. യു ക്യാൻ സീ ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ക്ലോക്ക്വൈസ് so that the end of the coil facing the north pole of the magnet behaves as a south pole. Lenz's law is in accordance with the law of conservation of energy. We are assuming that while moving the north pole of the magnet towards the coil, the end of the coil facing the magnet becomes a south pole. നമ്മൾ അസ്യൂം ചെയ്യാണ് ലെൻസ് പറഞ്ഞത് തെറ്റാണ്. നമ്മൾ ഒരു മാഗ്നറ്റിനെ കോയിലിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ലെൻസ് പറഞ്ഞനുസരിച്ചിട്ട് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ് കോയിലിൻ്റെ അടുത്തേക്ക് വരുന്നത് എങ്കിൽ കോയിലിൻ്റെ അറ്റം, മാഗ്നറ്റിനെ ഫേസ് ചെയ്യുന്ന കോയിലിൻ്റെ അറ്റം ഒരു നോർത്ത് പോൾ ആവണം. നമ്മൾ അസ്യൂം ചെയ്യാണ് അത് നോർത്ത് പോൾ അല്ല, ആ അറ്റം ഒരു സൗത്ത് പോൾ ആണ്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ദ മാഗ്നറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി അട്രാക്റ്റഡ് towards the coil. The magnetic flux will increase, that means it will change, producing a current, and when the coil is, a current flows through the coil will get heated. You will get electrical energy and heat energy which comes from nowhere. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ഒരു മാഗ്നറ്റിനെ ആ കോയിലിൻ്റെ അടുത്ത് വെച്ചതേ ഉള്ളൂ. മാഗ്നറ്റ് സ്വയം ആ കോയിലുള്ളിലേക്ക് പോകും, എന്നിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയും ഹീറ്റ് എനർജിയും കിട്ടും. We don't know from where this heat energy and electrical energy comes. So this violates the law of conservation of energy. പക്ഷെ അതിന് പകരം ലെൻസ് പറഞ്ഞതുപോലെ ഈ അറ്റം ഒരു നോർത്ത് പോൾ ആവുകയാണെങ്കിലോ, ദ മാഗ്നറ്റ് ഈ നോർത്ത് പോള് മാഗ്നറ്റിനെ റിപ്പൽ ചെയ്യുക. We have to do some work to push the magnet into the coil, and this work done is converted into electrical energy and heat energy.
So we can say that Lenz's law is in accordance with the law of conservation of energy. A closed conducting loop is moved inside a large capacitor. What is the EMF induced in the loop? കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഉണ്ടാവുക. ഒരു കണ്ടക്ടിങ് ലൂപ്പ് കപ്പാസിറ്റർ പ്ലേറ്റിന് ഇടയിൽ മൂവ് ചെയ്യിച്ചാൽ ആ ലൂപ്പിലുള്ള ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫ്ലക്സും ചേഞ്ച് ചെയ്യും. പക്ഷേ ഇലക്ട്രിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവില്ല. only a change in magnetic flux produces an induced EMF. So E equals 0. Induced EMF is 0. The change in electric field does not produce an induced EMF. Find the direction of induced current in the loop. ഈ ലൂപ്പിലുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആണ് ചോദിക്കുന്നത്. The magnet is moved towards the coil. The north pole of the magnet is moved towards the coil. And according to Lenz's law, the magnetic flux in the coil increases and an induced EMF will be produced in it. The induced EMF will try to oppose the increase of flux. Flux increase ചെയ്യാനുള്ള കാരണം എന്താ? മാഗ്നറ്റ് അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ മാഗ്നറ്റ് അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ മേക്ക് ദിസ് എൻഡ് ഓഫ് ദ ലൂപ്പ് എ നോർത്ത് പോൾ. അപ്പോൾ ഇത് നോർത്ത് പോൾ ആണ് എങ്കിൽ ദ കറണ്ട് വിൽ ബി ഫ്ലോയിങ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമുക്ക് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെയാണ് വരിക അല്ലേ, ഈ ഡയറക്ഷനിൽ. ഇത് ക്ലോക്ക് വൈസ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. The end facing the north pole becomes a north pole. End of the coil facing the north pole becomes a north pole. So the current will flow in anti-clockwise direction. When the light is put off, sparking occurs in the switch. Why? നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓൺ ചെയ്യുമ്പോഴോ ചിലപ്പം സ്വിച്ചിൻ്റെ ഇടയിൽ സ്പാർക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട് എന്നാ ചോദ്യം. When the light is put off, the current in the circuit decreases to 0. നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിലുള്ള കറണ്ട് മാക്സിമത്തിൽ നിന്ന് 0 ആവും. സോ ദർ ഈസ് എ ചേഞ്ച് ഓഫ് കറണ്ട് അല്ലേ. എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. അപ്പോൾ സ്വിച്ചിലുള്ള കോയിലിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമത്തിൽ നിന്ന് 0 ആവും. സോ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഓൾസോ വിൽ ഡിക്രീസ് ടു 0. എ ചേഞ്ച് ഓഫ് ഫ്ലക്സ് വിൽ പ്രൊഡ്യൂസ് ആൻ EMF. ദിസ് ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസസ് ദ സ്പാർക്കിംഗ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴോ ഓൺ ചെയ്യുമ്പോഴോ സ്പാർക്കിംഗ് ഉണ്ടാക്കുന്നത്.